Hi friends, welcome to Look and View. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. This is me റിയ. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ആക്സറി മേക്കിംഗ് വീഡിയോ ആണ്. ഇത് വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഇത് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിന് എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് വേണം നോക്കാം. പൊള്ളൻ വേണം. ഇതിന്റെ പേര് പൊള്ളൻ എന്നാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഇത് 12 എണ്ണാണ് ഒരു ബഞ്ചിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ടേപ്പ് വേണം. പിന്നെ സിസേഴ്സ് വേണം, ത്രെഡ് വേണം, പിന്നെ ഇതുപോലെ ചെമ്പുകമ്പി വേണം. ക്ലോത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം. വേണമെങ്കിൽ നമുക്ക് സാറ്റിൻ റിബൺ ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോയിഷ് ഫാബ്രിക്കും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഫാബ്രിക്കും ആണ്. ഇവിടെ നമ്മൾ ഇതുപോലത്തെ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് 1.5 ഇഞ്ച് വീതി 1.5 ഇഞ്ചും അതുപോലെ തന്നെ നീളം 2.5 ഇഞ്ചുമാണ്. ഇതുപോലത്തെ നമ്മൾ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ തുണി നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാം. അതിനുശേഷം നമ്മൾ ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരാം ചെറുതാക്കിയിട്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ചുരുട്ടി കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു അറ്റം നമ്മൾ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് മടക്കി ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലൂടെ വെച്ച് കൊടുക്കുക. ഒരു പകുതി വരെ എത്തിയാൽ മതിയാവും. അതിനുശേഷം നമുക്കിതൊന്ന് നൂല് കൊണ്ട് റാപ്പ് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ വരെ റാപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു വേറൊരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതുപോലെ ചെറിയ പൂക്കൾ ഉണ്ടാക്കുമായിരിക്കും ഭംഗി വരിക. അതിനുശേഷം നമുക്ക് ചെമ്പുകമ്പി ഇതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് നമുക്കിത് കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഊരിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ടൈപ്പ് ത്രെഡാണ്. ഇതൊരു കയർ പോലത്തെ സംഭവമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലത്തെ ചെമ്പുകമ്പികൾ നമുക്ക് ഒരുമിച്ച് ഒരു 2-3 ഒരുമിച്ച് വെച്ച് നമുക്കിങ്ങനെ സ്പൈറൽ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലത്തെ ത്രെഡായാലും മതി. ഇതിൻ്റെ എൻഡിൽ ഞാൻ ചെമ്പുകമ്പി ചുറ്റിയിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് പിൻ ചെയ്യാനുള്ള ഭാഗം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു സീക്വൻസ് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 3 പാർട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം.